താൻ മുഴുവനും ഇരുന്ന് കണ്ടു കേട്ടു. അതിൽ ഒരിടത്ത് പോലും ഹിന്ദുക്കൾക്ക് വിരുദ്ധമായ ഹിന്ദു വിരുദ്ധമായ ഒരു പരാമർശം എനിക്ക് കണ്ടെത്താനായില്ല. ഞാൻ കേട്ടില്ല എന്നാണ്. രാഹുൽ ഹിന്ദു വിരുദ്ധ പരാമർശം നടത്തിയതായി ചിലർ ദുഷ്പ്രചരണം നടത്തുന്നുണ്ട്. അവർക്കെതിരെയാണ് നടപടി വേണ്ടത് എന്നുകൂടി സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രാഹുലിനെ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു രാജ്യത്തെ ഹൈന്ദവാചാര്യന്മാർ പോലും. അവരന്നേ നരേന്ദ്രമോദിയെയും BJPയെയും വിമർശിച്ചതാണ്. ഇന്ന് അവർ രാഹുലിനെ വിമർശിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും അവർ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ രാഹുലിന് പതിവിൽ കവിഞ്ഞ ഒരു സ്വീകാര്യത ഇന്ത്യയിൽ രാജ്യത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ സംഭവം BJPയുടെ ഭാഗത്ത് തന്നെ നിന്നുണ്ടായ ഒരു സെൽഫ് ഗോൾ ആണ്. അത് അമിത് മാളവിയുടെ ട്വീറ്റാണ്. അമിത് മാളവിയ ഇന്നും രാഹുലിനെ പരിഹസിച്ചുകൊണ്ട്, അതും മണിപ്പൂരിലേക്ക് മൂന്നാം വട്ടവും പോകുന്ന രാജ്യത്തിൻ്റെ